വയനാട്ടിൽ ഭയങ്കര ബിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി. എല്ലാ ഹെയർ പിന്നിലും വലിയ ട്രാഫിക്കാണ്, വലിയ ട്രാഫിക് എല്ലാ ഹെയർ പിന്നിലും. ഭയങ്കര ബിസിയാണ്. ആളുകളെല്ലാം സൂക്ഷിച്ചു വരിക. നല്ല മഴയുണ്ട്. സൂക്ഷിക്കാൻ അപ്പൊ കോഴിക്കോട് ബീച്ചിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി പാർക്കിംഗ് കിട്ടാനില്ല. ഇവിടുന്ന് വട്ടം കറങ്ങി നടക്കായിരുന്നു. അപ്പൊ പാർക്കിംഗൊക്കെ കിട്ടി. ഭയങ്കര തിരക്കാണ് മൊത്തത്തില്. അപ്പൊ അവരെയും കൂടി കണ്ടിട്ട് വേണം അവര് വരണം. എന്നിട്ട് വേണം പോകാനായിട്ട്. അവര് വരട്ടെ. ഇവിടെ അങ്ങനെ നിക്കണം. തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാ, ഗംഭീര തിരക്കാ നടക്കണ്. ഇപ്പൊ ഇവിടെ ഫാമിലി വരട്ടെ, നോക്കാം. ബീച്ചിലുണ്ട്. ആ ബീച്ചില് കോഴിക്കോട് ബീച്ചിലെത്തിയിട്ട് കുറെ നേരമായി. ഞങ്ങളെ വണ്ടിയും അവരെത്താത്ത കാരണം ഞങ്ങളിങ്ങനെ ഇവിടെ തന്നെ നിക്കണ്. ചായ വരെ നോക്കി കയറാന്ന ഇതിലുണ്ട് ചായ. വിളിക്കൊന്ന് ചായ പിടിച്ചിട്ട് വരാം. അപ്പൊ കോഴിക്കോട് ബീച്ചാണ്. ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ഇങ്ങനെ ഇതാണ് കച്ചവടം. കണ്ടുപിടിച്ചോ വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്ത് തരണേ ഞാൻ ആയിരിക്കും. ഇതിന് ശരിയായ കച്ചവടക്കാർ. കോഴിക്കോട് ബീച്ചില് ഞങ്ങൾ വേഗം തന്നെ എത്തി. അതിനടുന്ന് ഇപ്പൊ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകണം. തലവേദന എടുത്തിട്ട് പാടില്ല. ഞങ്ങളെ കൂടെ ഉള്ള വണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇങ്ങോട്ട് വാ, ചായ കുടിക്കാൻ ഇങ്ങോട്ട് വാ, പുറത്തേക്ക് ഇറങ്ങി വാ. ചായ കുടിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ചായയൊക്കെ കുടിച്ച് വന്നതിന് ശേഷം ബാടാച്ചിയാപ്പ മറ്റേ വണ്ടി എത്തി. ഒരുമിച്ച് ചായ കുടിക്കാവുന്നുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. എല്ലാം ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കണ്. ഇവിടെ ഇരിക്കുന്ന നല്ല തിരക്കുണ്ട്. ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കടി വല്ലതും വേണമെന്ന് ചോദിക്കേണ്ടവര്. അതൊന്നും വേണ്ട, എല്ലാവരും എത്തി. അപ്പൊ മറ്റേ വണ്ടി എത്തി. ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. ആ ചായ കുടിച്ച് ഇവിടെ പോരാ ബീച്ചിൽ നിന്ന്. അതിനു വേണ്ടി ഇരിക്കണേ. ഇവിടെ ഇങ്ങനെ ഇരിക്കണേ ചായ കാത്തി. ഓക്കെ. അപ്പൊ കോഴിക്കോട് ബീച്ചിൽ എത്തി. ഇവിടെ വയനാട്ടിൽ എത്തി. കുറച്ച് വീട്ടിൽ പോകണം. അധികമൊന്നുമില്ല. ആ നമ്മുടെ ഐതി അവിടെ ഇരിക്കണ്ട്. നമ്മുടെ ഐതിയെ ചെറുക്കിനാണ് വന്നിട്ട് ഇതുണ്ട്. എന്ത് കോഴിക്കോട് ബീച്ചിലെത്തിയേ? കോഴിക്കോട് ബീച്ചിലെത്തിയടാ. കാസാരമോ ഉഷാറായിട്ട് ഇരിക്കുള്ളൂ. ബെല്ലാത്ത കൂന്തള്, ബെല്ലാത്ത നെറ്റ്, ബെല്ലാത്ത കാഴ്ച, ബെല്ലാത്ത അത്ഭുതങ്ങൾ. കല്ലുമക്കല്ല്, തട്ടാക്കല്ല്, പാറമക്കല്ല്, ചട്ടിയില്, പിന്നെ തട്ടിയില് കഴിക്കാൻ വന്ന മതി. നമ്മൾ തരാൻ തയ്യാറാണ്. കൂടെ പോന്നോളി. എന്റെ മോൾക്ക് കൂന്തോൾക്കടാ, എന്റെ കുട്ടിക്ക് കൂന്തോൾക്കടാ. കച്ചവടം എങ്ങനെ ചെയ്യണമെന്ന് കോഴിക്കോട്ടുകാരെ കണ്ടുപിടിക്കാം. തുടങ്ങിക്കാം. വന്നോളി കല്ലുമക്കായി കഴിച്ചോളി. നിങ്ങൾക്കുള്ളതാണ്, ഞമ്മക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതാണ്. എന്റെ മോന് വാ.
പോയാല് അവിടെ പോയാൽ പ്രളോപുര് അപ്പൊ നിങ്ങൾ അവസാനിപ്പിച്ച കൂന്തള് കഴിക്കുന്ന പൂച്ച കഴിക്കും ഒരു കൂന്തള് നമ്മള് കണ്ടോടി വീഡിയോ കണ്ടോ ഒരുപാട് കുട്ടികൾ എത്തി പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ പല സ്ഥലത്തും പല നാട്ടിലും അപ്പൊ നമ്മുടെ അറിയപ്പെടുന്ന ഒരു കലാകാരൻ കോഴിക്കോടത്ത് നിൽക്കുന്ന ആള് അദ്ദേഹം കഴിച്ചോളി ഇങ്ങക്കുള്ളതല്ല ഇങ്ങക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതന്നെ വെറ്റാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കട വന്നോളി കഴിച്ചോളി ഇരുന്നോളി പോന്നോളി നിങ്ങൾക്കുള്ളതാ ഈ കണ്ടില്ലേ ആ വിളിക്കാൻ വരാത്ത ലോകത്തുള്ള പക്ഷികളൊന്നും ഉണ്ടാക്കി ഇതൊന്നും പുല്ല് ജാഗ്രത കണ്ടോ കോഴിക്കോട് വെച്ചത് ശരിയാ ന്യൂസ് മലയാളത്തിന്റെ ശരിയാ ആള് പറഞ്ഞ ശരിയാ ന്യൂസ് മലയാളത്തിലുണ്ടാ ആളാ പരിചയപ്പെട്ട ആള് ഇനിയിപ്പോ ഓരോ പരിപാടികൾ നടത്തണ അസീസ് ഭായി നോക്കിക്കളെ എത്തിട്ടാണ് കുട്ടികളെ കളിക്കുന്നേ ഇതാ കണ്ടില്ലേ നമ്മളെ കറക്റ്റ് ടൈം 10:10 നമ്മളെ തിരിഞ്ഞു വരുന്നതാണ് ഡെയിലി 2 കൂന്തലാണ് ഒരു 200 രൂപ ഡെയിലി ചെല്ലാം കോഴിക്കോട് ബീച്ചിലാണ് ഞങ്ങളുള്ളത് വയനാട്ടിൽ നിന്ന് വന്നാണ് വയനാട്ടിൽ നിന്ന് വന്നിട്ട് കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കണ്ടു പോകാൻ വിചാരിച്ചിട്ട് എല്ലാവരും കൂടി വന്നാണ് അങ്ങനെ നടന്ന് പോകണം ബീച്ചില് അപ്പോൾ ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ് അപ്പൊ നല്ല തിരക്കും കാര്യങ്ങളുള്ള വണ്ടി പാർക്കിംഗ് കിട്ടാണ്ടാണ് ഇത്ര നേരം ബുദ്ധിമുട്ടിയത് വണ്ടി പാർക്കിംഗ് കിട്ടാണ്ട് ബുദ്ധിമുട്ടിയിട്ട് വന്നാണ് അപ്പൊ ഇനി ഒരുത്തിനും പോകണില്ല ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിന് ഇത്രയ്ക്കേ ഉള്ളൂ പരമാവധി ഇനി വീടെത്തി പിടിക്കണം വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇനി ഇപ്പം ഒരു ഇതൊക്കെ കണ്ട് അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരാൻ ഉറക്കം വന്നു തുടങ്ങി ഇപ്പോൾ വീട്ടിലെത്തണമെങ്കിൽ ഇനി ടൈം പിടിക്കും അപ്പോൾ ആ ടൈം പിടിക്കുന്നത് വരെ എങ്ങനെ ശബ്ദം ഏകദേശം കുറച്ച് ശരിയായ ലക്ഷണമുണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഐഡിന്റെ കൂടെ ഐഡി ഇവിടെ ഉണ്ട് ഐഡി ഇവിടെ ഉണ്ട് ഐഡി മോനും ഇവിടെ ഉണ്ട് നിങ്ങൾ പോണ് അപ്പൊ കോഴിക്കോട് വന്ന് പറ്റില്ലേ ഒന്നും പറ്റില്ലേ മഴയും കാറ്റും വന്നപ്പോ ആൾക്കാർക്ക് ആർക്കും നിൽക്കാൻ പറ്റാണ്ട് ഏതായാലും നേരത്തോടെ പോകണം ബീച്ചിലൊന്നും പറഞ്ഞാൽ വന്നിട്ടിപ്പോ പോകാൻ പോകണം മഴയും കാറ്റൊക്കെ കാരണം നമ്മള് എല്ലാം വിട്ട് പോകണം അതാണ് നല്ലത് അല്ലാത്ത പ്രശ്നം കാര്യമില്ല വേഗം അടി തപ്പണം നല്ലത് വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോകണം ഒന്നും കാണാനും പറ്റിയില്ല ഒരു കാര്യം നടന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ആകെ നയിക്കാൻ മഴ കാരണം എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കണം എന്ത് ചെയ്യുന്ന അറിയാണ്ട് നെട്ടോട്ട് ഓടുന്നു മഴ കാരണം അപ്പം എനിക്ക് ആകെ പ്രശ്നം മഴത്ത് എങ്ങനെ ആയാലും ബുദ്ധിമുട്ടാണ് വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുക നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് തോന്നുന്നത് ഓക്കെ കൈതപ്പള്ളി ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ കൂളിംഗ് ക്ലാസ് പോയിട്ട് രാത്രി പോയിട്ട് ഓടി തെരഞ്ഞ് നടക്കായിരുന്നു ബീച്ചിൽ കിട്ടി പാവങ്ങൾക്ക് കിട്ടത്താലും കിട്ടി എന്തെങ്കിലും ആവട്ടെ അപ്പം നമ്മളിവിടുന്ന് പോകാൻ പോണ് ബീച്ചൊക്കെ കണ്ട് കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നിട്ട് പിള്ളേർക്ക് കണ്ണട വെച്ച്
കളിക്കണമെന്ന എന്തോ പറഞ്ഞു. അതും കഴിഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പൂണവിടെ ഒരു കലാകാരനെ കണ്ട് ഈ എൻ്റെ ഇത് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പം വീഡിയോ ഇതിന് കടപ്പുറം ഇപ്പോൾ കാര്യമായിട്ടൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇതിന് കടപ്പുറം തീർത്ത ആൾക്കാർ ഇങ്ങനെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ട് കടൽ കാണാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഫാമിലീസാണ് നിൽക്കുന്നത്. അവരൊക്കെ കൂടെ ഇങ്ങനെ 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 ഒക്കെ നിൽക്കുന്നുണ്ട്. കടൽ കാണാൻ പോകുന്നു. കാരണം എത്രയ്ക്കുള്ളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പോകുന്നത് കടലിൻ്റെ ഇത് കാണുന്നത് നമ്മൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്നിട്ട് വരണ പോകുന്നത് ഇങ്ങനെ ഇത്ര ലൈറ്റ് ഹോളിലുണ്ട്. പിന്നെ കടൽ കാണുന്നു. ഇവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ നിർത്താൻ പോകണം. അതൊക്കെ അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ വന്നിരിക്കണം. വന്നപ്പോൾ നേരം വൈകി. അപ്പം വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് മൊത്തത്തിൽ. അപ്പം ഞാനിവിടെ വെച്ച് അതിൻ്റെ പ്രിയമാണ് ബീച്ച്. നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം. ബീച്ചിൽ കടൽ ഇട്ടത്താൻ്റെ പേരിലും കിട്ടില്ല കടൽ. എന്നാലും കിട്ടാവുന്ന രീതിയിൽ കാണിച്ചു തരാം. തിരകളൊക്കെ ഉണ്ട്. നല്ല തിര വരുന്നുണ്ട്. ഇല്ല ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാൻ കോഴിക്കോട് പോയി ഇവിടെ വരെ വന്നു. പിന്നെ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വേണ്ടിയിട്ട് ചെയ്യാൻ പോകും. കടലാണിത്. ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കധികമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ബൈ. എൻ്റെ ചാനലിൻ്റെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Okay, baby, photo.